ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റിലെ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് നമ്പർ സിസ്റ്റം എന്ന് നോക്കാം. നമ്മൾ നമ്പർ സിസ്റ്റം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്തിൻ്റെയെങ്കിലും മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ഡിജിറ്റ് ആയിരിക്കും. അപ്പം നമ്പറിന് മെയിൻലി രണ്ട് പാർട്ടായിരിക്കും ഉള്ളത്. ഇൻറ്റിജർ പാർട്ടും ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് റാഡിക്സ് പോയിന്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം? കോമൺ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. an-1, an-2 എക്സെട്ര അപ് ടു a0, പോയിന്റ് a-1, a-2 എക്സെട്ര അപ് ടു a-m. ഇവിടുത്തെ ബേസ് 6 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിൻ്റെയെങ്കിലും മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ഡിജിറ്റ്സ് ആയിരിക്കും. അതിന് മെയിൻലി രണ്ട് പാർട്ടാണുള്ളത്. ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻറ്റിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് റാഡിക്സ് പോയിന്റ് യൂസ് ചെയ്തിട്ടാണ്. നമ്പർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ജനറൽ നൊട്ടേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു 6 റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സിനെയാണ് 6 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ n, ഇവിടെ n സൂചിപ്പിക്കുന്നത് ഇൻറ്റിജർ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് n. ദെൻ ഫ്രാക്ഷൻ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് m. ദെൻ ഇവിടെ an-1 ആണ് ഈ ഒരു നമ്പറിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ദെൻ ഈ a-m എന്ന് പറയുന്നതാണ് ഈ ഒരു നമ്പറിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇതാണ് ഒരു ജനറൽ ഫോം ഓഫ് നമ്പർ സിസ്റ്റത്തിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 6 എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞു. ഈ ഒരു ജനറൽ ഫോം ഓഫ് റെപ്രസെൻറ്റേഷനിൽ 6 എന്ന് സൂചിപ്പിക്കുന്നത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്? ഇപ്പോൾ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ യൂസ് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നതാണ് ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 6 ആണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് 0 മുതൽ r-1 വരെയാണ്. അപ്പോൾ ആ ഒരു ബേസ് ആർ സിസ്റ്റം ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? r-1 ആയിരിക്കും. അപ്പോൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ ഫോം ഓഫ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ നോക്കി അതിൽ r എന്ന് സൂചിപ്പിക്കുന്നത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് ദ നമ്പർ സിസ്റ്റം ആണ്. ബേസ് എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾസ്, അതായത് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 6 ആണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിംബലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ r-1 വരെയാണ്. ഒരു ബേസ് ആർ സിസ്റ്റത്തിന്റെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് r-1 ആണ്. ഇനി ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് നമ്പർ സിസ്റ്റത്തിനെ പലതായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം വരുന്ന സമയത്ത് ബേസ് വാല്യൂ, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം നമുക്ക് ബേസ് വാല്യൂ 2, ബേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ ബേസ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബേസ് 2 സിസ്റ്റം ആണ്. അതിൻ്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യേണ്ട റേഞ്ച് നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. 0 to r-1 ആണ്. അപ്പോൾ 0 മുതൽ ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2-1 എന്ന് പറയുമ്പോൾ 0 to 1. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള ക്യാരക്ടേഴ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഇവിടുത്തെ മാക്സിമം ബൈനറി ഡിജിറ്റ് ഏതായിരിക്കും? 1 ആയിരിക്കുമല്ലോ. അപ്പോൾ മാക്സിമം ബൈനറി ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഒരു ബേസ് ആർ സിസ്റ്റത്തിന്റെ R-1. ഇവിടുത്തെ R 2 ആണ്. അപ്പോൾ 2 - 1. അപ്പോൾ മാക്സിമം ഡിജിറ്റ് ഇൻ ദ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, 0ഉം 1ഉം. ഈ ഒരു നമ്പേഴ്സിനെ, ഈ ബേസ് നമ്പേഴ്സിനെയാണ് നമ്മൾ ബിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിൽ 4 ബിറ്റിന് പറയുന്ന പേരാണ് നിബിൾ. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബൈറ്റ് എന്ന് പറയും. അപ്പൊ എങ്ങനെ പറയാം? 4 ബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു നിബിളും 8 ബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബൈറ്റും ആണ്. അപ്പോൾ ബൈനറി നമ്പറിന്റെ ഡിഫറെൻറ്റ് വെയ്റ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പം ഇൻഡിജർ പാർട്ടും കാണും, ഫ്രാക്ഷണൽ പാർട്ടും കാണും. അപ്പോൾ ഇൻഡിജർ പാർട്ടിന്റെ പൊസിഷണൽ വെയ്റ്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 2⁻0, 2⁻1, 2⁻2 ആൻഡ് സോ ഓൺ. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ 2⁻1, 2⁻2, 2⁻3 ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1011.10 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ്, അപ്പോൾ ഈ 1011.10 എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെയാ പാർട്ട്? ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് രണ്ട് പാർട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെ ഇൻഡിജർ പാർട്ട് എന്നും പറയും, ദെൻ ഈ ഒരു പാർട്ടിനെ എന്ത് പറയും? ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയും. ഇനി കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ് ഇങ്ങനെ എഴുതും. ഇൻഡിജർ പാർട്ടിൽ ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ പൊസിഷണൽ വെയിറ്റ് ചെയ്തേണ്ട, ഫ്രാക്ഷണൽ പാർട്ടിൽ ഈ ഒരു ഓർഡറിലായിരിക്കും. അപ്പം നമുക്ക് ഇൻഡിജർ പാർട്ടിൽ വെയിറ്റ് എഴുതുന്ന സമയത്ത് ആദ്യത്തേത് ഈ ഒരു ഓർഡറിൽ എഴുതുമ്പം ഇത് 2⁻0, ദെൻ 2⁻1, ദെൻ 2⁻2, ആഫ്റ്റർ ദാറ്റ് 2⁻3. ഈ ഒരു ഓർഡറിലായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ്. ഇനി ഇൻഡിജർ പാർട്ടിൽ വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ്. അതായത് ഈ 1ന്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ് 2⁻1, 0യുടേത് 2⁻2 ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമുക്ക് ഡിഫറെൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റേഞ്ച് 0 to R-1 ആണ്. ദാറ്റ് മീൻസ് ഹിയർ എത്രയാണ്? 0 to 2-1, 0 to 1. 0 to 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് സിമ്പിൾ, ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. മാക്സിമം ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? R-1 ആണ്. ഇവിടെ ആറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2-1 എന്ന് പറയുമ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പം നമ്മുടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 ആണെങ്കിൽ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സിമ്പിൾസ് ഏതൊക്കെയാണ്? 0ഉം 1ഉം ആണ്. ഈ ബേസ് നമ്പേഴ്സിനെയാണ് നമ്മൾ ബിറ്റ്സ് എന്ന് പറയുന്നത്. 4 ബിറ്റ് എന്ന് പറയുന്ന 1 നിബിൾ ആണ്, 8 ബിറ്റ് എന്ന് പറയുന്ന 1 ബൈറ്റ് ആണ്. ദെൻ ബൈനറി നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ്സ് എങ്ങനെ എഴുതാം? ഇൻഡിജർ പാർട്ടും കാണും, ഫ്രാക്ഷണൽ പാർട്ടും കാണും. ഇൻഡിജർ പാർട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2⁻0, 2⁻1, 2⁻2 ആൻഡ് സോ ഓൺ. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ 2⁻1, 2⁻2, 2⁻3 ആൻഡ് സോ ഓൺ എന്ന രീതിയിലായിരിക്കും. ഇനി അടുത്തത് വരുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ബൈനറി നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് വരുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബേസ് വാല്യൂ ഓഫ് എൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബേസ് വാല്യൂ ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം 8 ആണ്. ഇനി എന്താണ്? 8 ആകുമ്പോൾ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള എത്ര ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റും? 0 to R-1, അതായത് 0 to 8-1, 0 to 7 സിമ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾസ് വരുന്നത്? 0, 1, 2, 3 അപ് ടു 7 വരെ നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മാക്സിമം ഡിജിറ്റ് ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ R-1. ആറിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ 8-1 7 ആയിരിക്കും മാക്സിമം ഡിജിറ്റ് ഇൻ ദ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെയിറ്റ് നോക്കണമെങ്കിൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ചെയ്താൽ 143.26. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ് എങ്ങനെ എഴുതാം? ഇതൊരു ബേസ് 8 സിസ്റ്റം ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അപ്പോൾ ഇൻഡിജർ പാർട്ടിൻ്റെ ഓർഡർ ഈ ഒരു ഓർഡർ ആയിരിക്കും, ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും. അപ്പം 3 കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ് 8⁻0. ദെൻ ഇവിടെ ബേസ് 8 സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ പൊസിഷണൽ വെയിറ്റ് എഴുതുമ്പോൾ 8ൻ്റെ പവർ എഴുതുന്നത്. അപ്പോൾ 8⁻0, 8⁻1, 8⁻2
2. ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? 8 raised to minus 1. 6 എന്ന് പറയുന്നത് 8 raised to minus 2 ആണ്. അപ്പോൾ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ഡിജിറ്റ്സിൻ്റെ വെയിറ്റ് എഴുതുന്ന ഓർഡർ എങ്ങനെയായിരിക്കും? ഇൻറ്റിജർ പാർട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 8 raised to 0, 8 raised to 1, 8 raised to 2 and so on. And for the fractional part എങ്ങനെയായിരിക്കും? 8 raised to minus 1, 8 raised to minus 2, 8 raised to minus 3 and so on ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റത്തിൽ ബൈനറി നമ്പർ സിസ്റ്റം നോക്കി, അതൊരു ബേസ് 2 സിസ്റ്റം ആണ്. ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് 8 സിസ്റ്റം ആണ്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസിൻ്റെ റേഞ്ച് 0 to r-1, ദാറ്റ് മീൻസ് 0 to 7 ആണ്. ദ മാക്സിമം ഡിജിറ്റ് ഇൻ ദ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് r-1, ദാറ്റ് ഈസ് 8 - 1 equal to 7 ആണ്. ദെൻ വെയിറ്റ് ഫോർ ദ ഡിഫറെൻറ്റ് ഡിജിറ്റ് ഇൻ ദ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടും കാണും, ഇൻറ്റിജർ പാർട്ടും കാണും. ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുമ്പോൾ 8 raised to 0, 8 raised to 1, 8 raised to 2 and so on. And fractional പാർട്ടിൽ 8 raised to minus 1, 8 raised to minus 2, 8 raised to minus 3 and so on ആണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം വരെയാണ് നോക്കിയത്. ബൈനറി നമ്പർ സിസ്റ്റം നോക്കി, ഒക്ടൽ നമ്പർ സിസ്റ്റം നോക്കി. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് വാല്യൂ, ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 ആണെങ്കിൽ നമുക്ക് എത്ര ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റും? 0 മുതൽ r-1 വരെ, അതായത് 10 - 1, 0 to 9 വരെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് r-1 ആണ്. ദാറ്റ് മീൻസ് 10 - 1, 9 ആണ് മാക്സിമം ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ നമ്പർ സിസ്റ്റം. ദെൻ നമുക്ക് കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് എഴുതുകയാണെങ്കിൽ ഡെസിമൽ പാർട്ടും കാണും, ഇൻറ്റിജർ പാർട്ടും കാണും. അപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ എഴുതുകയാണ് 193.45. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ്സ് എങ്ങനെ എഴുതും? ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അപ്പോൾ ഇൻറ്റിജർ പാർട്ടിൻ്റെ വരുമ്പോൾ ഇവിടെ ബേസ് 10 സിസ്റ്റമാണ്. അപ്പോൾ പവർ 10 raised to 0, 10 raised to 1, then 10 raised to 2, then ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ 10 raised to -1, 10 raised to -2 ആണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിമ്പിൾസ് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 0 മുതൽ r-1 വരെയാണ്. ദാറ്റ് മീൻസ് 0 to 9 വരെയാണ്. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ് ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്ന r-1, ദാറ്റ് മീൻസ് 9 ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഇൻറ്റിജർ പാർട്ടും കാണും, ഫ്രാക്ഷണൽ പാർട്ടും കാണും. ഇൻറ്റിജർ പാർട്ടിലെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പൊസിഷണൽ വെയ്റ്റ്സ് എന്ന് പറയുന്നത് 10 raised to 0, 10 raised to 1, 10 raised to 2 and so on ആയിരിക്കും. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുമ്പോൾ 10 raised to -1, 10 raised to -2, 10 raised to -3 and so on ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബേസ് 16 സിസ്റ്റമാണ്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് ആൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 16 ആണ്. 16 എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ r-1, അതായത് 0 to 15 വരെയാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 9ഉം ദെൻ നമുക്ക് എന്താണ് 10 to 15ഉം ഉണ്ടല്ലോ. 10ന് പകരം നമ്മൾ A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 11ന് പകരം B എന്നാണ്, 12ന് പകരം C, 13ന് പകരം D, 14ന് പകരം E ആൻഡ് 15ന് പകരം F എന്നാണ്. അപ്പോൾ ഈ ഒരു മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹെക്സാഡെസിമൽ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് r-1, ദാറ്റ് മീൻസ് 16 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 15. 15 എന്ന് പറയത്തില്ല. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ 15 എന്ന് പറഞ്ഞാൽ F എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് വെയ്റ്റ്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം നമുക്ക് ABC.1 ആണെന്ന് വെച്ചോ. അപ്പോൾ കറസ്പോണ്ടിങ് വെയ്റ്റ്സ് എങ്ങനെ എഴുതും? ഇവിടെ ബേസ് 16 സിസ്റ്റമാണ്. അപ്പോൾ 16 raised to 0, 16 raised to 1, 16 raised to 2, then 16 raised to -1. ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സിമ്പിൾസ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് 0 മുതൽ r-1
1 വരെയാണ്. ദാറ്റ് മീൻസ് 0 to 15 വരെയാണ്. അപ്പോൾ 0 മുതൽ 9 വരെ, ദെൻ 10 പകരം A, 11 പകരം B, അതുപോലെ 15 പകരം എന്താണ് F ആണ്. ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് R-1, ദാറ്റ് ഈസ് 16 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 15 ആണ്. 15നെ F വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻഡിജർ പാർട്ടിന്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയ്റ്റ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 16⁻0, 16⁻1, 16⁻2 ആൻഡ് സോ ഓൺ ആയിരിക്കും. ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ 16⁻1, 16⁻2, 16⁻3 ആൻഡ് സോ ഓൺ ആണ്.